ലോക ചരിത്രത്തിൽ തന്നെ കെട്ടുകേഴ്വിയില്ലാത്ത ഒരു ചർച്ചയാണ് ഇന്നലെ അമേരിക്കയിൽ നടന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് വിളിച്ച യോഗത്തിലേക്ക് സെലൻസി എത്തിയത് തന്നെ കട്ടക്കലിപ്പിലായിരുന്നു. ഏതായാലും നയതന്ത്ര തലത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ദൃശ്യങ്ങൾ ചർച്ചകൾക്ക് ശേഷമാണ് പലപ്പോഴും പുറത്ത് വിടാറുള്ളതെങ്കിൽ ഇത്തവണ ചർച്ച ലൈവായി തന്നെ അമേരിക്ക കാണിക്കാൻ തീരുമാനിച്ചതിനെ ഓർത്ത് ഇപ്പോൾ ട്രംപ് വിലപിക്കുന്നുണ്ടാവും. കാരണം ലൈവായി തന്നെ ലോകം കണ്ടത് ട്രംപിനെ വാരി വലിച്ചൊട്ടിച്ച് കടന്നു പോകുന്ന സെലൻസ്കിയാണ്. സെലൻസ്കി വന്നിറങ്ങിയപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് ട്രംപിനെ പോലെ ഉള്ള ഒരു നേതാവിനെ കാണാൻ വരുമ്പോൾ എന്തുകൊണ്ട് സൂട്ട് ധരിച്ചില്ല എന്നാണ്. ആ സമയം ആ മാധ്യമപ്രവർത്തകന്റെ സമീപം നിന്ന JD വാൻസ് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. അതിന് മറുപടിയായി സെലൻസ്കി പറഞ്ഞത്, യുദ്ധം അവസാനിച്ച് കഴിഞ്ഞതിനു ശേഷം ഞാനത് ധരിച്ച് ഇവിടെ എത്തും. ഒരുപക്ഷെ നിങ്ങളുടെ ഭരണാധികാരിയേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കും അതെന്ന്. അപ്പോൾ തന്നെ അമേരിക്ക അപകടം മണത്തു. കട്ടക്കലിപ്പിലാണ് സെലൻസ്കി എത്തിയത്. ഓവലിൽ നടന്ന ചർച്ചയിലുടനീളം സെലൻസ്കി റഷ്യയ്ക്ക് പിന്തുണ കൊടുക്കുന്ന അമേരിക്കൻ നിലപാടിനെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു. അത് പലപ്പോഴും വാക്കേറ്റത്തിൽ കലാശിച്ചു. ലോകം ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. Your country is in big trouble. Wait a minute. No. You've done a lot of talking. Your country is in big trouble. I know. You're not winning. You're not winning this. You have a damn good chance of coming out okay because of us. Mr. President, we are staying in our country, staying strong from the very beginning of the war. We've been alone, and we are thankful. I said thanks you haven't in been this alone. cabinet, you and not been only alone. in this cabinet. We gave you, through this stupid president, $350 billion. You voted we gave for you your military president. equipment, You and you men are brave, president. but they had to use our military. Yes. What about if you didn't have our military equipment, you invited if you didn't have our military equipment, this war would have been over in 2 weeks. കൊലയാളിയായ റഷ്യയ്ക്ക് വേണ്ടി അമേരിക്ക നിലകൊള്ളുന്നതിനെയാണ് സെലൻസ്കി ചോദ്യം ചെയ്തത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്നും സെലൻസ്കി ചോദിച്ചു. എന്നാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കാനാണ് താൻ നിലപാടെടുക്കുന്നത് ട്രംപ് വിശദീകരിച്ചു. എന്നാൽ സെലൻസ്കി അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഒപ്പം തന്നെ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഒരു ഭ്രാന്തൻ പ്രസിഡന്റ് നിങ്ങൾക്ക് $350 ബില്യൺ താൻ സഹായം നൽകിയതും സൈന്യത്തെ വിട്ടു നൽകിയതും ആയുധം നൽകിയതും ഒക്കെ കൊണ്ടാണ് നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇല്ലേ പണ്ടേ നിങ്ങൾ തീർന്നേനെയെന്ന്. അതിന് നിങ്ങൾക്ക് അമേരിക്കയോട് നന്ദി വേണമെന്ന് പറഞ്ഞു. എന്നാൽ സെലൻസ്കി അതിന് മറുപടി പറഞ്ഞത് അമേരിക്കൻ ജനതയോട് താൻ പലവട്ടം നന്ദി പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും അമേരിക്കയും ഉക്രൈനുമായി ചേർന്ന് ഒപ്പുവെക്കാനിരുന്നൊരു വലിയ കരാറുണ്ട്. അതായത് ഉക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങളുടെ 50% അമേരിക്കയ്ക്ക് തീരെഴുതാനുള്ള വലിയ കരാർ. ആ കരാറും നടന്നില്ല. ഇതോടുകൂടി കട്ടക്കലിപ്പിലായി ട്രംപ്. തൊട്ടുപിന്നാലെ റഷ്യയുടെ വലിയ ബോംബിങ്ങും ഉക്രൈന് നേർക്കുണ്ടായി. ഇതിനിടയിൽ ഉക്രൈനെ പിന്തുണച്ചുകൊണ്ട് കാനഡ, ഓസ്ട്രേലിയ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി രംഗത്തെത്തിയതോടുകൂടി അമേരിക്കയുടെ അധീശത്വത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് യൂറോപ്യൻ യൂണിയനിലെ ചെറുതും വലുതുമായ രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.